ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷനാണ്. അവരുടെ ഇപ്പോഴുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നുള്ളത് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ തന്നെ നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി നോക്കാം. Seven of Wands, Hierophant, Page of Cups, Four of Pentacles, Seven of Pentacles. ഇവിടെ നമ്മൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദീർഘനാളായിട്ട് മുമ്പോട്ട് പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ആ ഒരു ലോങ് ടേം ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള കണക്ഷനുള്ള റിലേഷൻഷിപ്പാണ്. റീസെൻ്റായിട്ട് ഫോം ചെയ്തൊരു കണക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ല. ഒരുപാട് നാളുകളായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ ചിലപ്പോൾ ഇതുവരെ ഇല്ലാത്ത ചില പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതുവരെ ഇതിനകത്ത് വലിയൊരു പ്രശ്നമായിട്ട് വരും എന്ന് ചിന്തിക്കാത്ത കാര്യങ്ങൾ നിലവിൽ ഇതിനകത്തൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ അവർ വളരെ ഹോണസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലൊക്കെ മുന്നോട്ട് പോകും. പക്ഷെ കുറച്ചൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ ഒരു കപ്പിൾ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാരേജ് പോലെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം പോകുമ്പോൾ അവിടെ അതുവരെ ഇല്ലാത്ത ചില പ്രശ്നങ്ങൾ തലപൊക്കി വരാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതുവരെ ഇല്ലാത്ത ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറായിരിക്കാം. അപ്പോൾ ഇതിന് മുൻപ് അങ്ങനെയുള്ളൊരു പ്രഷർ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ ലഘൂകരിച്ച് പറയുന്നൊരവസ്ഥ ഉണ്ടാവാം, അല്ലെങ്കിൽ അതൊന്നും അത്ര പ്രോബ്ലമായിട്ട് എടുക്കേണ്ടതില്ല എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അതുവരെ ഇല്ലാത്ത ചില കാര്യങ്ങൾ വലിയൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൊസൈറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം. ആ ഒരു തരത്തിലുള്ളൊരു മാറ്റം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും എഫക്റ്റ് ചെയ്തതായിട്ട് തന്നെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആ ഒരു ഉൾവലിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ സംഭവം ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു ഫിയർ ഉണ്ട്, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം സംഗതി, അതും നമുക്കിവിടെ കാണാം. ഇത് ഓവറോൾ എനർജി ആയതുകൊണ്ട് ചിലപ്പോൾ രണ്ടുപേരിലും ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരാൾക്കായിരിക്കാം, നിങ്ങൾക്കായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സംഗതി നമുക്ക് കാണാം. പക്ഷേ ഇപ്പോഴും വിട്ടുപോയിട്ടുള്ളൊരു കണക്ഷനല്ല. ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഇതിനകത്ത് നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആ ഒരു ജെൻറ്റിലായിട്ടുള്ള ഒരു ഇമോഷൻ കാര്യങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ചിലപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംഗതിയിലേക്കോ വരുമ്പോൾ കുറച്ചൊരു ടൈം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ചൊന്ന് നീണ്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടായെന്ന് വരാം, സഡനായിട്ടുള്ള ഒരു ആക്ഷന് പകരം. അങ്ങനെയുള്ള ചില ഡിസ്റ്റർബൻസസ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഒരു ഇമോഷൻസ് ഇല്ല എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. ചില എക്സ്റ്റേണൽ പ്രഷേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതുവരെ ഇല്ലാതിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ തലപൊക്കി വന്നിട്ടുണ്ട്. പേഴ്സൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതുപോലെയുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നോക്കാം ഈ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്, ഈ ഒരു അവസ്ഥയിൽ എന്താണ് അവർ മനസ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് വിചാരിക്കുന്നത്, എങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയാൻ ശ്രമിക്കാം. Page of Swords, Ten of Wands, Ten of Pentacles,
Hanged Man, Page of Cups, Hierophant, Temperance, Ten of Swords, Ace of Cups, Seven of Swords, Seven of Wands, Death, Five of Wands, Two of Cups, Ace of Swords, and the Sun. ഇപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ സ്പ്രെഡിലുണ്ടായിരുന്ന ചില കാർഡ്സിൻ്റെ ഒരു റിപ്പീറ്റേഷൻ കാണാനായിട്ട് കഴിയുന്നുണ്ട്. 2-3 കാർഡ്സ് ആ ഒരു സെയിം എനർജി തന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് എടുത്തതെങ്കിൽ കൂടിയും അവരുടെ ഒരു എനർജി ഹൈ ആയിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. പ്രത്യേകിച്ച് പേജ് ഓഫ് കപ്സ്, ഹെയറോഫണ്ട്, അങ്ങനെയുള്ള എനർജീസൊക്കെ നമുക്ക് ഇവിടെ റിപ്പീറ്റായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 7 ഓഫ് വാണ്ട്സ് എനർജീസ് എല്ലാം. അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇച്ചിരി കുറവായിരിക്കാം. കോൺടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും കമ്മ്യൂണിക്കേഷൻ കുറവാണെന്നുണ്ടെങ്കിലും നിങ്ങളെ നന്നായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാമെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഈ ഒരു പേഴ്സൺ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു റോസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഒരു ക്ലൗഡി ടൈപ്പ് എനർജീസൊക്കെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളിവിടെ ഈ ഒരു ലാസ്റ്റ് ലോവർ പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയിലേക്കുള്ളൊരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു സ്പ്രെഡിൽ വരുന്ന എനർജീസ് ഉള്ളവരെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് ആ ഒരു ഈസ് ഓഫ് സോഡിന് ശേഷമാണെന്നുണ്ടെങ്കിൽ വന്നിട്ടുള്ളതും ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനകത്ത് സ്റ്റക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചൊന്ന് ആലോചിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാം. ചിലപ്പോൾ അവരുടെ ഫാമിലിയുടെ ഭാഗത്ത് നിന്നുള്ളൊരു പ്രഷറായിരിക്കാം, ഒരു എക്സ്റ്റേണൽ പ്രഷർ കാര്യങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെ ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് നടക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും അവർ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ഒരു ഹെവിനെസ് അല്ലെങ്കിൽ ഒരു ഹെവി ബേർഡനൊക്കെ പേറി നടക്കുന്ന ഒരു പേഴ്സണാണ്. ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ നമ്മൾ എടുത്ത് പറയേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത്, ആ വ്യക്തിയെ സംബന്ധിച്ച് ഈ റിലേഷൻഷിപ്പ് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നും പോയിരുന്നു കഴിഞ്ഞാലും അത്ര എളുപ്പത്തിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരുപാട് നാളുകളായിട്ടുള്ളൊരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ അത്രയും ആഴത്തിൽ പോയിട്ടുള്ളൊരു ബന്ധമായിരിക്കും. അത് പറിച്ചറിയാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളത് നമുക്കിവിടെ കാണാമെന്നുള്ളതാണ്. അത്രയേറെ ഈ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനകത്തൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ ഒരു ഫൈറ്റിംഗ് ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിനകത്ത് ആ ഒരു ബേസ് ലെവലുണ്ട്. അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പാണ്, അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും പുറമെ സംഭവിച്ചാൽ പോലും അതിൻ്റെ ഒരു ബേസിൽ നമുക്ക് അതിനോടുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു ചരടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോഴാണ് അതിനകത്ത് എത്രയൊക്കെ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഈ ഒരു വ്യക്തി ഇത്രയും എനിക്ക് പ്രിയപ്പെട്ട ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിയാണ്, എൻ്റെ ലൈഫിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ എനിക്ക് അവർ ചെയ്തിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് മറക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് പോലും വരുന്നത് ആ ഒരു നോട്ട് അവിടെ കിടക്കുന്നതുകൊണ്ടാണെന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു പേഴ്സൻ്റെയും അവസ്ഥ. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വൈരുദ്ധ്യം ഉള്ള വ്യക്തികളായിരിക്കാം. ഇപ്പോൾ പുറമെ നിന്ന് നോക്കുന്നവരുടെ കണ്ണിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടായിരിക്കാം, ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ പേരിലായിരിക്കാം, ഭാഷയിലായിരിക്കാം. അപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് പറയുന്ന പോലെ ഒരു ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ അതൊന്നും വലിയൊരു പ്രശ്നമായിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടുണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണല്ലോ അത് ഒരുപാട് നാൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ ചില എക്സ്റ്റേണൽ പ്രഷർ അല്ലെങ്കിൽ അതുവരെ ഇല്ലാത്ത ചില കാര്യങ്ങൾ തലപൊക്കി വരിക, നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അത്ര അധികം പരിഗണിക്കാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വലിയൊരു പ്രോബ്ലം ആയിട്ട് ഇഷ്യൂ ആയിട്ടൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടാകും.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്ത് ആക്ഷൻ എടുക്കണം എന്നറിയാത്ത ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ചൊന്ന് ആക്ഷൻ എടുക്കുന്നതിന് പകരം ദീർഘിച്ചു പോകുന്ന ഒരവസ്ഥ, നമ്മൾ നേരത്തെ സ്പ്രെഡിൽ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് ബാലൻസ് ചെയ്ത് പോകണം എന്നാഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ വേറെ ചില കാര്യങ്ങൾ, എക്സ്റ്റേണൽ പ്രഷേഴ്സ് ഉണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അവർക്ക് ഇത് ഉപേക്ഷിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും ബാലൻസ് ചെയ്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അതിലും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം നിങ്ങൾക്കൊരു ഒരു ഫുൾ ഇമ്പോർട്ടൻസ് തരുന്ന, അല്ലെങ്കിൽ മറ്റെന്തിനേക്കാൾ പ്രാധാന്യം ഈ ഒരു റിലേഷൻഷിപ്പിനുണ്ടെന്ന് ചിന്തിക്കുന്ന എനർജീസാണ് നമുക്കിവിടെ ഈ ഒരു ലാസ്റ്റ് പോർഷനിൽ വളരെ ഹൈലൈറ്റ് ആയിട്ട് കയറി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് പറയാതിരുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് പോലും ചിലപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ വളരെ ഡിഫെൻസീവായിട്ടായിരിക്കാം നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. ഒരു ഒളിച്ച് വെച്ച്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഹോണസ്റ്റായിട്ട് പറയാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരവസ്ഥ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു പ്രതിരോധം, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തൊരവസ്ഥ, നിങ്ങളിൽ നിന്ന് ഒരു അകലം പാലിച്ചൊക്കെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പാറ്റേൺ അവസാനിപ്പിക്കാനായിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് അവർ എത്തിച്ചേർന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, നല്ല രീതിയിലുള്ള ഒരു ട്രാൻസിഷൻ ഫേസ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരു ചിന്താഗതിയിൽ കുടുങ്ങിക്കിടന്ന, അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് ഒരു വൈമുഖ്യം കാണിച്ച ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിനകത്തൊരു പ്രോഗ്രസ്സിങ് നമുക്ക് കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ മറച്ചു വെക്കപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അങ്ങനെയുള്ളൊരു ഹൈഡിങ് നേച്ചറിലൊക്കെ പോയിരുന്നത്, ചിലപ്പോൾ അതും ഈ ഒരു പേഴ്സൺ ഒരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെ നിന്നിരുന്നു എന്ന് വരാം. അതവർ നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് പോകുന്നുണ്ട്. തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. എനർജി എന്ന് പറയാനായിട്ട് മാത്രം നമുക്ക് പറ്റില്ല. അത് ആ ഒരു വിൽ പവറിലേക്ക് തീർച്ചയായിട്ടും ഈ പേഴ്സൺ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി അങ്ങനെയുള്ള ഒരു രഹസ്യം കാര്യങ്ങളും വേണ്ട എന്നുള്ളൊരു സ്ട്രോങ് ഡിസിഷൻ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ലാസ്റ്റുള്ള 2 എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ട് കാണാം. ഇതിനകത്ത് ആ കംപ്ലീറ്റ്ലി ബ്രൈറ്റ്നസ് ആണ് വന്നിട്ടുള്ളത്, ക്ലാരിറ്റിയാണ് വന്നിട്ടുള്ളത്. ഒരു മൗഢ്യം, അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ്സിലൊക്കെ പോയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ വളരെ ശക്തമായിട്ടുള്ളൊരു ഉറച്ചൊരു മനസ്സുണ്ട്, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. നിങ്ങളോടൊരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ള ആ ഒരു ചിന്താഗതി കാണാം. ഒരു ഒളിയും മറയിൽ ഒന്നും വേണ്ട എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിച്ചിരുന്നവരാണ്. ചില കാര്യങ്ങൾ ഇവർ മൂടി വെച്ചിരുന്നു, ഒരു ഹിഡൻ ഫേസിലൂടെ പോയി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ അത് തുറന്ന് പറയാൻ പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു തടസ്സം, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ അവരിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു സൺ എനർജി എന്ന് പറയുമ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അതിനോടൊപ്പം ഈ ഒരു ഏസ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ അവിടെയും നമുക്ക് കാണാം ആ ഒരു ക്ലാരിറ്റി അവരും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നതൊക്കെ തുറന്ന് പറയണം എന്നുള്ള ആ ഒരു ചിന്താഗതി നമുക്കിവിടെ കാണാമെന്നുള്ളതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 2 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അവരുടെ ഒരു ഫോക്കസ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും തടസ്സങ്ങളും ഒക്കെ പെട്ട് ഒന്ന് ആലോചിച്ചിരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ സ്റ്റക്നെസ്സിലൊക്കെ പോയിരുന്നൊരവസ്ഥയാണ്. പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ട് വരാനായിട്ട് ഈ പേഴ്സൺ തയ്യാറായിരിക്കുന്നു, അല്ലെങ്കിൽ അത്രയും ശക്തമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇപ്പോൾ അവരെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾസ് ഉണ്ടാവാം. പക്ഷേ ആ സ്ട്രഗിൾസ് ഫേസ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ റെഡി ആണെന്നുള്ളതിൻ്റെ ഒരു എനർജിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇന്ന ഇന്ന തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാമായിരിക്കാം. പക്ഷേ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പ്രോമിസ് തന്നിട്ടുണ്ടാവാം, അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടായാലും ഓക്കെ, കുഴപ്പമില്ല, അതെല്ലാം ഓവർകം ചെയ്ത് പോകാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ട്. ആ ഒരു പഴയ പാറ്റേൺ കംപ്ലീറ്റ്ലി മാറ്റാൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണോ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഹിഡൻ ഫേസ് ആയിക്കോട്ടെ, കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്ന അവസ്ഥയായിക്കോട്ടെ, ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന അവസ്ഥയായിക്കോട്ടെ, അതെല്ലാം അവസാനിപ്പിക്കാനായിട്ട്, ആ ഒരു പീരീഡ് എൻഡ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ വളരെ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഉറച്ച തീരുമാനം എടുത്തു എന്നുള്ള ആ ഒരു എനർജി നമുക്കിവിടെ ശക്തമായിട്ട് കാണാമെന്നുള്ളതാണ്. ഇത് രണ്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മേജർ ആർക്കാന എനർജീസും കൂടിയാണ്. അപ്പോൾ ഒരു ബാലൻസ് ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് ഒരു പേഷ്യൻസിൽ സാവകാശം പോകാം എന്നൊക്കെ വിചാരിച്ചൊരു എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും അതിനും ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെയധികം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. ഇതാരൊക്കെയായിട്ട് റെസനേറ്റ് ചെയ്യുന്ന എനർജീസ് ആണെന്നുണ്ടെങ്കിലും
ഈ ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷൻ നമ്മൾ നോക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഉദ്ദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനമുണ്ട്, ക്ലാരിറ്റി ഉണ്ട്, കാര്യങ്ങളൊന്നും പിന്നത്തേക്ക് വെക്കുന്ന ഒരവസ്ഥയല്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ചേഞ്ച് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇനിഷ്യൽ എനർജിയിൽ പോലും കുറച്ചൊരു ഇവിടുത്തെ അത്രയും സ്ട്രോങ് അല്ല എനർജീസ് എങ്കിൽ പോലും അവിടെയും ഈ പേഴ്സൺ നിങ്ങളെ ശ്രദ്ധിക്കുന്നു, വാച്ച് ചെയ്യുന്നു, നിങ്ങളുടെ ആക്ടിവിറ്റീസ് നോക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു അകൽച്ചയുണ്ട് അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിങ്ങൾ വിട്ടു പോവാതിരിക്കാനുള്ള ആ ഒരു തത്രപ്പാട് നമുക്കവിടെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയേറെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് എനർജീസ് നമുക്കിവിടെ കാണാം. അപ്പോൾ എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ആ ഒരു പ്രയോറിറ്റി നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു പേഴ്സൺ എനർജിയും കൂടിയാണ്. വളരെ അധികം പോസിറ്റീവായിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണെന്ന് പറയാം. കുറച്ചൊരു തടസ്സം അല്ലെങ്കിൽ ആ ഒരു പോസ് രീതിയിലൊക്കെ ഈ പേഴ്സൺ പോയിട്ടുണ്ടെങ്കിലും അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ ഉണ്ടെന്ന് അവർക്കറിയാം, പക്ഷെ അത് ഓവർകം ചെയ്യാൻ ഈ പേഴ്സൺ ഇപ്പോൾ റെഡിയാണ്. ആ ഒരു മൈൻഡ് സെറ്റും നമുക്കിവിടെ കാണാം. അപ്പോൾ വളരെയധികം ഒരു പോസിറ്റീവ് വൈബ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. Number 25, Gemini, zodiac sign, മകയിരം നക്ഷത്രം, ടോറസ്, ലെറ്റർ എച്ച്, ഭരണി നക്ഷത്രം, നമ്പർ 12, നമ്പർ 31, കോഴിക്കോട്, ആലപ്പുഴ, ഉത്രാടം, ചതയം, ലെറ്റർ പി, നമ്പർ 5, പാലക്കാട്, നമ്പർ 11, വിശാഖം നക്ഷത്രം, ലെറ്റർ ക്യൂ, നമ്പർ 27, ആൻഡ് ഫൈനലി നമ്പർ 19. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് വരാൻ തന്നെയാണ് ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷനും. അപ്പോൾ അത്രയും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്, അത് നിങ്ങളിലേക്ക് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.